താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമല്ല. ഉണ്ടാവും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇങ്ങനെ ഭീഷണിയായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല. കൃത്യമായിട്ടുള്ള 4 mm കോൺക്രീറ്റ് ചെയ്യുന്നവർ പറഞ്ഞത്. ഇത് എത്ര ഉണ്ടാവും നിങ്ങൾ നോക്കിയാൽ? വടകര മേഖലയിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കുന്നതിന് സംയുക്ത സംഘം സ്ഥലം സന്ദർശിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും ദേശീയപാതാ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരും കരാറെടുത്ത കമ്പനിയിലെ പ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉൾപ്പെട്ടതായിരിക്കണം സംഘമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യം പരിശോധിച്ച് വേണ്ടത് ചെയ്യാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് യോഗത്തെ അറിയിച്ചു. എങ്കിൽ ഉചിതമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ കാരണം വടകര മേഖലയിലെ ജനങ്ങൾ ഏറെ പ്രയാസങ്ങൾ നേരിടുകയാണ്. മടപ്പള്ളി മുക്കാളി മേഖലയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. പാർശ്വഭിത്തിക്ക് പകരം കൊണ്ടുവന്ന സോയിൽ നെയിലിംഗ് ടെക്നോളജി പലയിടത്തും പരാജയമായി. ഇതിലെ സിമന്റ് സ്പ്രേ അടർന്നു വീഴുന്നു. ചോറോട് മേഖലയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. വീടുകളിൽ വരെ വെള്ളം കയറി. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയും ദേശീയപാതാ വിഭാഗം ഉന്നതാധികാരികളും കരാർ കമ്പനിയുടെ പ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ചേർന്ന സംഘം സ്ഥലം സന്ദർശിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ കർണാടകയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് MP യോഗത്തിൽ ആവശ്യപ്പെട്ടു. മുൻ ചർച്ചകളിൽ കാര്യമായ ഗുണമുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. എന്നാൽ കർണാടകയിലെ ഭരണമാറ്റത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ MP-യുടെ ഇടപെടൽ ഉണ്ടാവുമോയെന്ന് മുഖ്യമന്ത്രി ആരാഞ്ഞു. ഇടപെടാമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എങ്കിൽ തലശ്ശേരി മൈസൂർ റെയിൽപാതയുടെ കാര്യം വീണ്ടും കർണാടകയുമായി ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ഉറപ്പു നൽകി. മലബാറിൽ റെയിൽവേ 3-ാം പാളം അനുവദിക്കുന്ന കാര്യത്തിൽ കേരളം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് MP ആവശ്യപ്പെട്ടു. മലബാറിലെ യാത്രാ സൗകര്യങ്ങൾ ഏറെ പരിമിതമാണ്. റെയിൽവേയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും കാര്യമായ സ്ഥലം ഏറ്റെടുപ്പുകൾ ഇല്ലാതെ തന്നെ 3-മതൊരു റെയിൽവേ ലൈൻ ഇപ്പോൾ സാധ്യമാണ്. ഇത് ലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് ആശ്വാസകരമായിരിക്കും. അതിനാൽ സംസ്ഥാനം ഇക്കാര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. 4 mm കോൺക്രീറ്റ് ചെയ്യുന്നവർ പറഞ്ഞത്. ഇത് എത്ര ഉണ്ടാവും നിങ്ങൾ നോക്കിയാൽ? തുപ്പിച്ച് ഇത് തേച്ച് പിടിപ്പിച്ചാണ്. ഇത് 4 ഇഞ്ചിനാ പറഞ്ഞത്. 4 ഇഞ്ചിലാണ് പറഞ്ഞത്. നമ്മള് സാധാരണ പറയില്ല, നമ്മള് തേച്ച് പിടിപ്പിച്ചാണ് ആ പരിപാടി. കോട്ടയിലെ ഞാൻ പറഞ്ഞത് ഒരു പറഞ്ഞത് 4 ഇഞ്ചിലാണ്. 4 ഇഞ്ച് ചെയ്ത സാധനത്തിന് നെറ്റ് കണക്കാണ്. റെയിൽവേ അതോറിറ്റിയും ഇതിന്റെ കോൺട്രാക്ടേഴ്സും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തള്ളിക്കളയായിരുന്നു ഇത്ര ദിവസം. കഴിഞ്ഞ ദിവസം മുക്കാലിൽ ഇത് വലിയ തരത്തിൽ അപകടം ഉണ്ടാക്കി. അവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ മടപ്പള്ളിയിൽ പിന്നെയും ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ അത് കേന്ദ്രമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധയപ്പെടുത്തും. അടിയന്തര നടപടികൾ ശാശ്വതമായത് വേണം. അത് എന്താണ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണം. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ സർവീസ് റോഡിനെ സംബന്ധിച്ചും ഡ്രെയിനേജിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കിട്ടുന്നില്ല. DPR-നെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും അറിയുന്നത്. ഗൌരവതരമായ ഇടപെടലുകൾ ഉണ്ടാവും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇങ്ങനെ ഭീഷണിയായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേണം, നടപടികളും വേണം. അതിനുവേണ്ടി ശക്തമായി തന്നെ ഇടപെടും. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.